ഇറാനുമായി അമേരിക്ക താൽക്കാലിക വെടിനിർത്തൽ കരാറിൽ എത്തിച്ചേർന്നുവെന്നും MOUയിൽ എത്തിച്ചേർന്നുവെന്നും ഇരുപക്ഷത്തെ ആളുകളും MOU സൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അവസാന സാങ്ഷൻ ഡൊണാൾഡ് ട്രംപിൻ്റെ കയ്യിൽ നിന്ന് മാത്രം ലഭിച്ചാൽ മതി എന്നുമായിരുന്നു ഇന്ന് രാവിലെ വരെ വൈകുന്നേരം വരെയെല്ലാം നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ന്യൂസുകൾ. പക്ഷേ ഇപ്പോൾ കഥ മാറിയിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കൃത്യമായി സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് തുറക്കുകയും ശാശ്വതമായി തുറക്കുകയും ഇറാൻ്റെ ആണവ പദ്ധതികൾ എന്നേക്കുമായി അവസാനിപ്പിക്കുകയും ഒപ്പം ഇറാൻ്റെ ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലസ്റ്റിക് മിസൈലുകളുടെ നിർമ്മാണവും നിർത്തിവെക്കുകയും ചെയ്യാതെ യാതൊരുവിധ വെടിനിർത്തൽ കരാറിലും ഞാൻ ഒപ്പിടുകയില്ല എന്നാണ് അസന്ദിഗ്ധമായി ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വെടിനിർത്തൽ ചർച്ചകളെല്ലാം അങ്കലാപ്പിലായിരിക്കുകയാണ്. എല്ലാ ആളുകളും ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നത്തോടുകൂടി ശാശ്വതമായ ഒരു കരാർ 60 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ കരാർ പുലരുമെന്നും അങ്ങനെ ഒരു സമാധാനം ഉണ്ടാകുമെന്നും ലോകത്ത് നിലനിൽക്കുന്ന ഊർജ്ജ പ്രതിസന്ധിക്ക് അറുതി വരുമെന്നുമെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പ്രസ്താവന വന്നിട്ടുള്ളത്. വളരെ കൃത്യമാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. ഞങ്ങൾ ഇറാനെ ആക്രമിക്കാൻ കാരണം ഇറാൻ 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം 60% സമ്പുഷ്ടീകരിച്ചു കഴിഞ്ഞു എന്നുള്ളത് അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇറാനെ ആക്രമിച്ചതെന്നും ഇനി ഏകദേശം 4 ആഴ്ച സമയമെടുത്താൽ അത് 90% സമ്പുഷ്ടീകരിച്ച് യുറേനിയം ആവുകയും അങ്ങനെ അത് വെപ്പണായി മാറുകയും ചെയ്യുമെന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇറാനെ ആക്രമിച്ചത് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. കൃത്യമായി സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് പഴയതുപോലെ പൂർണ്ണമായി ഉപാധികളില്ലാതെ തുറന്നു വയ്ക്കുകയും ആണവ പദ്ധതിയിൽ നിന്നും എന്നേക്കുമായി ഇറാൻ പിൻവാങ്ങുകയും ചെയ്യണം. ഏകദേശം 2015 ഉണ്ടാക്കിയ ഒബാമയുമായി ഉണ്ടാക്കിയ കരാറ് വളരെ ചെറിയ ക്ലോസുകൾ മാത്രമുള്ളൂ അതിൽ. അതുകൊണ്ടാണ് ഞങ്ങൾ ഡൊണാൾഡ് ട്രംപ് ആദ്യ ടൈമിൽ വന്നപ്പോൾ ഒബാമയുടെ കരാറുകൾ പൂർണ്ണമായി റദ്ദാക്കുകയും ചെയ്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് വളരെ കൃത്യമായ കരാർ അമേരിക്ക പറയുന്നത് തരത്തിൽ തന്നെ ഉണ്ടായാൽ മാത്രമാണ് കരാർ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഷ്യം. എന്നാൽ ഇറാൻ പറയുന്നത് അങ്ങനെ യാതൊരുവിധ ഉടമ്പടികളും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഇറാൻ്റെ ഭാഷ്യം.